بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പാപങ്ങൾ പറഞ്ഞ് തൗബ ചെയ്യാനും അതുപോലെ സൽക്കർമ്മങ്ങളിൽ മുന്നേറാനുമുള്ള സമയത്തിൽ, മാസത്തിലാണ് നാം ഓരോരുത്തരുമുള്ളത്. ഖുർആൻ പാരായണത്തിലും അതുപോലെ മറ്റുള്ള ഇബാദത്തുകളിലും ദുആയിലുമെല്ലാം സമയം ചിലവഴിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. അതിനിടയിൽ നമ്മുടെ ഈമാനികമായ വളർച്ചയ്ക്കും അതുപോലെ കൂടുതൽ അറിവ് നേടാനും ചില ഉത്ബോധനങ്ങൾ ഉണ്ടാവുക എന്ന നിലയ്ക്ക് ഈ റമളാനിൽ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ളുഹറിന് ശേഷം നാം വായിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രന്ഥം ഇബ്നു ഖയ്യിം അൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം രചിച്ച ഇൽമിന്റെ ലോകത്ത് വളരെയധികം പ്രശസ്തമായിട്ടുള്ള അഖ്ലാഖിന്റെയും തർബിയത്തിന്റെയും തസ്കിയത്തിന്റെയും, അഥവാ ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ അവന്റെ സ്വഭാവം, അതുപോലെ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അദബ്, അതുപോലെ അവന്റെ സ്വന്തത്തെ ശുദ്ധീകരിക്കുക, ഇതുപോലെ വിശ്വാസവും കർമ്മവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കിതാബാണ്. വളരെയധികം അർത്ഥവത്തായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന, പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ പല പണ്ഡിതന്മാരും പറയാറുള്ളത്, ലോകത്തിലുള്ള എല്ലാ പ്രദേശത്തുമുള്ള ഇൽമുള്ള ആളുകൾ ഈ കിതാബ് അവരുടെ നാടുകളിൽ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് അവരവരുടെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാൻ കഴിവുള്ളവർ തർജ്ജമ ചെയ്യണം. ഖതീബുമാർ ഇതിലെ വിഷയങ്ങൾ ഖുതുബയിൽ പറയണം എന്നെല്ലാം വളരെയധികം പ്രോത്സാഹിപ്പിക്കാറുള്ള ഒരു ഗ്രന്ഥമാണ് അദ്ദാ വദ്ദവാ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന് മറ്റൊരു പേരുമുണ്ട്, അൽ ജവാബുൽ കാഫി ലിമൻ സഅല അൻ ദവാഇ ശാഫി. ശിഫയേകുന്ന, പൂർണ്ണമായ ശിഫ ലഭിക്കുന്ന ഒരു മരുന്നിനെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരുത്തന്, ചോദിക്കുന്ന ഒരുത്തനുള്ള പൂർണ്ണമായ മറുപടി എന്ന പേരും ഈ കിതാബിന് അറിയപ്പെടാറുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് കിതാബിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്? ഇത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ദുആഇനെ സംബന്ധിച്ച് അതിന്റെ പ്രാധാന്യം, അതിലേക്കുള്ള ആവശ്യകത, അതുപോലെ ദുആവും ഖദറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധം, അതുപോലെ പാപങ്ങൾ, അതിന്റെ ദൂഷ്യഫലങ്ങൾ, അതിന്റെ അപകടം, അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തിന്മകളെ കൊണ്ട് ശരീഅത്തിലുള്ള ശിക്ഷയും, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൗനിയായ ഖദരിയായ നിയമ പ്രവർത്തനങ്ങൾ, അള്ളാഹുവിന്റെ സുന്നത്ത്, അതുകൊണ്ടൊരു മനുഷ്യനുണ്ടാവുന്ന അപകടങ്ങളും അത് ശരീരത്തിനും ഖൽബിനും ബാധിക്കുന്നതും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ ഷിർക്കും ഷിർക്കിന്റെ ഇനങ്ങളും തൗഹീദിന്റെ ഇനങ്ങളും, അതുപോലെ അള്ളാഹുലേക്ക് ഇടനിലക്കാരെ സ്വീകരിക്കുന്നവർക്ക് എവിടെയാണ് പിഴച്ചത്, അതുപോലെ നസാറാക്കൾ അവർക്ക് സംഭവിച്ച ഷിർക്കിന്റെ രീതികൾ, അതെല്ലാം പറയുന്നുണ്ട്. അതുപോലെ കബായിറുകൾ, വൻപാപങ്ങൾ, അതിന്റെ അപകടങ്ങൾ അത് പറയുന്നുണ്ട്. അതിൽപ്പെട്ട ദുൽമ്, ഖത്ൽ, കൊലപാതകം, അതുപോലെ വ്യഭിചാരം, അതുപോലെയുള്ള വിഷയങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഒരു അടിമയിലേക്ക് പാപം പ്രവേശിക്കുന്നത്, പാപത്തിനുള്ള താല്പര്യവും പാപങ്ങളിൽ മുഴുകാനുമുള്ള സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് പ്രവേശിക്കുന്നത് എന്നത് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ ലിവാത്തുമായി ബന്ധപ്പെട്ട്, സ്വർഗരതിയുമായി ബന്ധപ്പെട്ട്, അതുപോലെ മൃഗരതിയുമായി ബന്ധപ്പെട്ട്, അതുപോലെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഹുബ്ബ്, ഇഷ്ടം, അത് അള്ളാഹുമായി ബന്ധപ്പെട്ടതും അതിന്റെ മർത്തബകളും, അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്ത മറ്റുള്ള രീതിയിൽ തോന്നുന്ന സ്ത്രീകളോട് തോന്നുന്നതും, അതുപോലെ തന്നെ മുർദാനുകളോട്, താടിയും മീശയും ഒന്നും വളരാത്ത കുട്ടികളോട്, അല്ലെങ്കിൽ അതുപോലെ പുരുഷന്മാരോട് തന്നെ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്ത്രീകളോട് തന്നെ, അതുപോലെയുള്ള തെറ്റായ രീതിയിലുള്ള
ഇഷ്ടങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കിതാബാണ് അദ്ദാഉ വദ്ദവാ എന്നുള്ളത്. എന്താണ് ഈ കിതാബ് എഴുതാനുള്ള പ്രചോദനം, അല്ലെങ്കിൽ എന്താണ് ഈ കിതാബ് എഴുതാനുള്ള കാരണം? അതാണ് കിതാബിന്റെ ആരംഭത്തിൽ തന്നെ തുടങ്ങുന്നത്. കിതാബ് എഴുതാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ ഒരു വ്യക്തി ഇബ്നു ഖയ്യിം റഹിമഹുള്ളയോട് ഒരു ഫത്വ അല്ലെങ്കിൽ ഒരു ഉപദേശം, ഒരു നസീഹത്ത് ചോദിക്കുകയുണ്ടായി. അതിന്റെ അനന്തരഫലമായിട്ടാണ് ഈ കിതാബ് രചിക്കപ്പെട്ടത്. ഏതൊരു കിതാബ് പോലെയും ബസ്മല കൊണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുകൊണ്ട് ആരംഭിക്കുന്ന ഈ കിതാബിൽ ആദ്യം തന്നെ പറയപ്പെടുന്നത് ആ വിഷയമാണ്. സുഇല അശ്ശൈഖുൽ ഇമാം അൽ അല്ലാമതു അൽ മുത്ഖിനുൽ ഹാഫിദുൻ നാഖിദു ശംസുദ്ദീൻ അബു അബ്ദില്ലാഹ് മുഹമ്മദ് ഇബ്നു ശൈഖ് തഖിയുദ്ദീൻ അബി ബക്കർ അൽ മഅറൂഫ് ബിബ്നി ഖയ്യിം അൽ ജൗസി സാദഹുല്ലാഹു മിൻ ഫളിഹി. ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ പേരാണ് അബു അബ്ദില്ലാഹ് ശംസുദ്ദീൻ മുഹമ്മദ് ഇബ്നു തഖിയുദ്ദീൻ അബി ബക്കർ എന്നുള്ളത്. അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, മാ തഖൂലു അസ്സാദത്തുൽ ഉലമാ, ഉലമാക്കളിലെ പണ്ഡിതന്മാരിലെ നേതാക്കൾ എന്തു പറയുന്നു? അഇമ്മത്തുദ്ദീൻ, ദീനിന്റെ ഇമാമിങ്ങൾ, റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരെ അല്ലാഹു തൃപ്തിപ്പെടട്ടെ. ഫീ റജുലിൻ ഉബ്തുലിയ ബിബലിയത്തിൻ, ഒരു വ്യക്തിയെ പറ്റിയിട്ട് അവൻ ഒരു പരീക്ഷണത്താൽ പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അവന് വലിയൊരു പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. വഅലിമ, അവനറിയാം, അന്നഹാ ഇൻ ഇസ്തമറത് ബിഹി അഫ്സദത് അലൈഹി ദുനിയാഹു വആഖിറതഹു, അവനാ പരീക്ഷണത്തിൽ അഥവാ തിന്മ, അതിൽ അവൻ തുടർന്നു കഴിഞ്ഞാൽ അവന്റെ ദീനും നശിക്കും, അവന്റെ ദുനിയാവും നശിക്കും. അവന് യഥാർത്ഥ ബോധമുണ്ട്, അവനറിയാം ഇത് നാശത്തിലേക്കുള്ള വഴിയാണെന്ന് അവനറിയാം. വഖദ് ഇജ്തഹദ ഫീ ദഫ്ഇഹാ അൻ നഫ്സിഹി ബികുല്ലി ത്വരീഖ്, അവന് സാധിക്കുന്ന എല്ലാ വിധവും ആ തിന്മ അവസാനിപ്പിക്കാൻ, അതിൽ നിന്ന് ഒഴിവാകാൻ അവൻ പരിശ്രമിച്ചിട്ടുണ്ട്. അവന് സാധിക്കുന്ന എല്ലാ രീതിയിലും അവൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഫമാ യസ്ദാദു ഇല്ലാ തവഖുദൻ വശിദ്ദ, പക്ഷേ ആ എത്ര പരിശ്രമിച്ചിട്ടും വീണ്ടും ആ തിന്മയിൽ ആഴത്തിൽ പോവുക, അത് കടുപ്പമാകുക എന്നതാണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഫമൽ ഹീലതു ഫീ ദഫ്ഇഹാ, ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ഒരു മാർഗമുള്ളത്? വമത്വരീഖു ഇലാ കശ്ഫിഹാ, അതിൽ നിന്നൊരു തുറവി ലഭിക്കാൻ, രക്ഷ ലഭിക്കാനുള്ള വഴി എന്താണ്? ഫറഹിമല്ലാഹു മൻ അആന മുബ്തലാ, പരീക്ഷിക്കപ്പെട്ടവനെ സഹായിക്കുന്നവന് അല്ലാഹു കാരുണ്യം ചൊരിയട്ടെ. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ സഹായിച്ചുകൊണ്ടേയിരിക്കും. ഒരടിമ അവന്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം. ഹദീസിന്റെ ലഫ്വാൻ അഫ്തൂന മഅ്ജൂരീൻ റഹിമക്കുമുല്ലാഹ്, നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു ഫത്വ, ഇതിന് ഉത്തരം ഞങ്ങൾക്ക് നൽകണം എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുള്ളയോട് ചോദിക്കപ്പെട്ടതിന്റെ മറുപടിയായിട്ടാണ് അദ്ദേഹം ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കിതാബ് യഥാർത്ഥത്തിൽ ഉപകാരപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ ആശയങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാകണമെങ്കിൽ, ഈ ചോദ്യം ചോദിക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥയിൽ ഇതിനെ മനസ്സിലാക്കാൻ പറ്റണം. അല്ലാത്തവർക്ക് ഇതുകൊണ്ട് ഉപകാരം ലഭിക്കുമെങ്കിലും അതിന്റെ ആശയങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിച്ചോളണമെന്നില്ല. ഒന്നാമത് ഈ കിതാബ് വായിക്കേണ്ട കിതാബാണ്. തുലാബുകളോട്, അറബി അറിയുന്നവരോട് ഇത് വായിക്കണം. കാരണം അതിന്റെ ഭാഷാ രീതിയും അതിന്റെ എഴുത്തിന്റെ ശൈലിയും എല്ലാം വായിച്ചാൽ മാത്രമാണ് അത് എത്രത്തോളം പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ സാധിക്കുമെന്ന് അറിയില്ല, അല്ലാഹു അലം. പക്ഷേ വായിക്കേണ്ട ഒരു കിതാബാണ്. രണ്ടാമത്, ഈ ചോദിക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. എന്നാലേ ഇതിന്റെ ആശയത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും എത്ര ആഴത്തിലുള്ളതാണ് മനസ്സിലാവുക. കാരണം നമ്മൾ ഓരോരുത്തരും, നമ്മളിൽ പലരും പല തിന്മകളാലും പരീക്ഷിക്കപ്പെട്ടേക്കാം. ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും. ഇന്ന തിന്മ എന്നല്ല, ഓരോ ആളുകൾക്ക്, ചില ആളുകൾക്ക് ചില തിന്മയോട് താല്പര്യം കൂടും, ചില ആളുകൾ ചില തിന്മകളിൽ വീണ്ടും വീണ്ടും വീണു പോകും. അങ്ങനെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു വ്യക്തി യഥാർത്ഥത്തിൽ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അവൻ അതിയായി ആഗ്രഹിക്കും ഇതൊന്ന് നിന്ന് കിട്ടാൻ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ. പക്ഷെ പലപ്പോഴും അവൻ എന്തെല്ലാം ശ്രമിച്ചാലും അതിൽ നിന്ന് വിട്ടുപോരാൻ സാധിക്കില്ല, വീണ്ടും ആ തിന്മയിൽ തന്നെ വീണുപോകും. അങ്ങനെയുള്ള അവസ്ഥയിലുള്ള ഒരാളാണ് ഉലമാക്കളോട് ചോദിക്കുന്നത്, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് എന്ന്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബാധിക്കുന്ന തിന്മകളെ മുൻനിർത്തി
അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഈ കിതാബിൽ നിന്ന്, ഇതിൽ നിന്നൊരു ഷിഫ ലഭിക്കും എന്ന ഒരു നിയ്യത്തിൽ ഇത് കേൾക്കുമ്പോൾ കൂടുതൽ നമുക്ക് ഉപകാരപ്പെടും. ഇതിൽ എന്താണ് ഇദ്ദേഹത്തിന് ബാധിച്ച ഈ ബലിയത്ത്, ഈ പരീക്ഷണം എന്താണ് എന്നതിന് പണ്ഡിതന്മാർ ഈ കിതാബിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് അത് ഇഷ്ഖാണ്. ഇഷ്ഖ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പ്രണയം എന്നുള്ള രീതിയിൽ പറയാമെങ്കിലും അത് ഒരു സ്ത്രീയോട് എന്നതിലേക്ക് മാത്രമല്ല, സ്ത്രീയോടാണ് കൂടുതലെങ്കിലും ചിലപ്പോൾ മുർദാൻ, ഞാൻ പറഞ്ഞല്ലോ, താടിയും മീശയും മുളക്കാത്ത കുട്ടികളോട്, പുരുഷന്മാരോട്, അല്ലെങ്കിൽ ചില വസ്തുക്കളോടുള്ള അമിതമായ ഭ്രമം. ചിലർക്ക് വാഹനങ്ങളായിരിക്കാം, ചിലർക്ക് സമ്പത്തായിരിക്കാം, ചിലർക്ക് കെട്ടിടങ്ങളായിരിക്കാം, ചിലർക്ക് സ്ഥാനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനോടുള്ള അമിതമായ ഭ്രമം അത് അവനെ നശിപ്പിക്കും, അത് അവനെ പല തിന്മയിലേക്ക് നയിക്കും. ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യം ഇഷ്കുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ഖൽബിന് ബാധിക്കുന്ന രോഗങ്ങളിൽ ഏറ്റവും മാരകമായതാണ് ഇഷ്ക് എന്ന് പറയുന്നത്. മറ്റേത് രോഗത്തിനേക്കാളും മാരകമായിട്ടുള്ളതാണ്. കാരണം അത് ഒരാളെ വ്യഭിചാരത്തിലേക്ക് നയിക്കും, അതൊരാളെ ലഹരിക്ക് അടിമപ്പെടുന്നതിലേക്ക് നയിക്കും, അതൊരാളെ കൊലപാതകിയാക്കും, അതൊരാളെ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലാക്കും, അതൊരാളെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതിലേക്ക് നയിക്കും, അതൊരാളെ കുടുംബബന്ധം മുറിക്കുന്നതിലേക്ക് നയിക്കും, അതൊരാളെ സിഹ്ർ ചെയ്യുന്നതിലേക്ക് നയിക്കും, അതൊരാളെ ശിർക്ക് ചെയ്യുന്നതിലേക്ക് നയിക്കും. തിന്മയുടെ എല്ലാത്തിലേക്കും വഴിയൊരുക്കുന്ന മാരകമായിട്ടുള്ള രോഗമാണ്. അതുകൊണ്ട് തന്നെ ഈ കിതാബ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ ഏത് രീതിയിലാണോ നമുക്ക് ദുനിയാവിന്റെ ഏതെങ്കിലും വസ്തുക്കളോടോ വ്യക്തികളോടോ ഇതുപോലെയുള്ള ഒരു ഭ്രമം ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള ആളുകൾക്ക് ഷിഫ ലഭിക്കാൻ ഏറ്റവും ഉപകാരപ്രദമായതാണെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞത് കാണാം. ഇനി സഹോദരങ്ങളെ, ഈ കിതാബിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിട്ടുള്ളത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇബാദത്തിന്റെ ഇനങ്ങൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ്. ബദനിയായിട്ടുള്ള ഇബാദത്തുകളുണ്ട്, ഖൽബിയായിട്ടുള്ള ഇബാദത്തുകളുണ്ട്. ബദനിയായ ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് നാം ചെയ്യുന്ന ഇബാദത്തുകൾ, നിസ്കാരം, തവാഫ്, അതുപോലെയുള്ള കാര്യങ്ങൾ. ഖൽബിയായ ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, റജാ, ഖൗഫ് തുടങ്ങിയ കാര്യങ്ങൾ. ഈ രണ്ട് തരത്തിലുമുണ്ട്. ഇതിൽ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഖൽബുമായി ബന്ധപ്പെട്ട ഇബാദത്തുകളാണ്. കാരണം ബദനിയായ ഇബാദത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ ഖൽബിയായ ഇബാദത്തുകൾ അവിടെ ഉണ്ടായിരിക്കണം. അഥവാ ഒരു ഇബാദത്ത് സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ മുതാബഅത്തും ഉണ്ടായിരിക്കണം. അപ്പോ ഒരാളുടെ ഖൽബ് എത്രത്തോളം നന്നാവുന്നു അതിനനുസരിച്ചിട്ടാണ് അവന്റെ മറ്റുള്ള ഇബാദത്തുകൾ നന്നാവുക. കാരണം അതാണ് മഹല്ലു തൗഹീദ്. തൗഹീദിന്റെ സ്ഥാനം ഖൽബാണ്, ഇഖ്ലാസിന്റെ സ്ഥാനം ഖൽബാണ്. അതുപോലെ തന്നെ പല ബാഹ്യമായ ഇബാദത്തുകളുടെയും പ്രധാന കാര്യം ഖൽബാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശുഅറായിൽ പറഞ്ഞിട്ടുള്ളത്, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. അന്ത്യനാളിൽ ഒരുത്തന്റെ സമ്പത്തോ ഒരുത്തന്റെ സന്താനങ്ങളോ അവനൊരു ഉപകാരവും ചെയ്യാൻ പോകുന്നില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു ഖൽബ് കൊണ്ട് വന്നവനല്ലാതെ. പല ആളുകൾക്കും ശരീരത്തിന്റെ രോഗങ്ങളെ കുറിച്ച് മാത്രമേ അറിവുള്ളൂ. ശരീരത്തിന് രോഗം വന്നാൽ അവൻ പെട്ടെന്ന് ചികിത്സ നേടും, അതിന്റെ ആ രോഗം മാറാൻ വേണ്ടി അവൻ പരിശ്രമിക്കും, അവൻ ബേജാറാകും. പക്ഷേ അവന്റെ ഖൽബിന് രോഗം ബാധിച്ചിട്ടുണ്ടോ എന്നോ, അതിന് ഖൽബിന് രോഗമുണ്ടോ എന്നോ, എന്താണ് ഖൽബിന്റെ രോഗമെന്നോ, അതിന് എന്താണ് ശിഫ എന്നോ ഒന്നും അറിയാത്ത അവസ്ഥയിൽ ആളുകൾ മാറിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് വലിയ അപകടമാണ്. കാരണം അത്രത്തോളം ആളുകൾ അശ്രദ്ധയിലാകുന്നു എന്നതിന്റെ അടയാളമാണ് ഖൽബിന്റെ രോഗവുമായി ബന്ധപ്പെട്ട് അവർ ചിന്തിക്കുന്നില്ല എന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, ദീനിന്റെ അടിസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന 3-4 ഹദീസുകളിൽ പണ്ഡിതന്മാർ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഹദീസാണിത്. സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചിട്ടുള്ള നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഇന്നൽ ഹലാല ബയ്യിനുൻ. ഇത് പറയുമ്പോൾ നുഅ്മാൻ ഇബ്നു ബശീർ തന്റെ ചെവിയിലേക്ക് ചൂണ്ടിക്കുന്നു, കാരണം നേരിട്ട് കേട്ടിട്ടുള്ള ഹദീസാണ് എന്ന നിലക്ക്. ഇന്നൽ ഹലാല ബയ്യിനുൻ, തീർച്ചയായിട്ടും ഹലാലുകൾ എന്താണെന്ന് വ്യക്തമാണ്, ഹലാൽ എന്താണെന്ന് വ്യക്തമാണ്. വ ഇന്നൽ ഹറാമ ബയ്യിനുൻ, ഹറാമുകൾ, വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നും വ്യക്തമാണ്. വ ബൈനഹുമാ മുസ്തബിഹാത്തുൻ, എന്നാൽ അതിന്റെ ഇടയിൽ ചില കാര്യങ്ങളുണ്ട്.
ആളുകൾക്ക് ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുണ്ടാക്കുന്ന കാര്യങ്ങൾ. ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്, ജനങ്ങളിൽ അധിക പേർക്കും അതറിയില്ല. ഇൽമുള്ള ആളുകൾക്ക് മാത്രമാണ് എന്താണ് മുഷ്തബിഹാത്തുകൾ എന്നറിയുകയുള്ളൂ. ഫമനിത്തഖ ശുബ്ഹാത്ത് ഇസ്തബ്റഅ ലിദീനിഹി വഇർദിഹി, ആരാണോ ഈ ശുബ്ഹത്തുകളെ സൂക്ഷിക്കുന്നത്, അതിൽ നിന്ന് രക്ഷ നേടുന്നത്, അവൻ അവന്റെ ദീനിനെയും അവന്റെ അഭിമാനത്തെയും അവൻ സംരക്ഷിക്കുന്നു. വമൻ വഖഅ ഫി ശുബ്ഹാത്ത്, ആരെങ്കിലും ഈ ശുബ്ഹത്തുകളിൽ പോയി വീഴുകയാണെങ്കിൽ വഖഅ ഫിൽ ഹറാം, അവൻ ചെന്ന് ചാടുക ഹറാമിലായിരിക്കും. കറാഇ യർആ ഹൗലൽ ഹിമാ യൂഷികു അൻ യർതഅ ഫീഹി, ഒരു ആട്ടിടയൻ അവന്റെ ആടുകളെ ഒരു അതിർവരമ്പ് വെച്ച് മേക്കാൻ വിടുന്നത് പോലെ, ആ അതിര് വിട്ടു പോയി കഴിഞ്ഞാൽ വേറൊരാളുടെ ആയിരിക്കും, അത് തെറ്റാണ്. അപ്പൊ അതിർവരമ്പ് വെക്കുന്നത് പോലെ. എന്നിട്ട് പറയാണ് അലാ വ ഇന്ന ലികുല്ലി മലികിൻ ഹിമൻ, നിങ്ങൾ അറിയണം ഓരോ രാജാവിനും ഒരു അതിർവരമ്പുണ്ട്. അലാ വ ഇന്ന ഹിമല്ലാഹി മഹാരിമുഹു, അള്ളാഹുവിന്റെ ഈ അതിർവരമ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള കാര്യമാണ്. അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗതൻ, നിങ്ങൾ അറിയണം ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് കേടുവന്നാൽ ശരീരം മുഴുവൻ കേടുവന്നു. അലാ വഹിയൽ ഖൽബ്, നിങ്ങൾ അറിയണം അത് ഖൽബാണ്, അത് ഖൽബാണ്. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇതിന്റെ തുടക്കം പറഞ്ഞത് ദീനിലെ ഹലാലും ഹറാമുമായി പറഞ്ഞിട്ടാണ്, ഹലാലും ഹറാമും പറഞ്ഞുകൊണ്ടാണ്. കാരണം ഒരു മനുഷ്യന് അറിഞ്ഞിരിക്കേണ്ട ഇൽമിന്റെ അടിസ്ഥാനമാണ് ഹലാലുകൾ ഏതാണ് ഹറാമുകൾ ഏതാണ് എന്നത്. എന്നാൽ അതിനിടയിൽപ്പെടുന്ന കാര്യങ്ങൾ, അതിലൊരാൾ അകപ്പെടുന്നതും അതിൽ നിന്ന് രക്ഷപ്പെടുന്നതും അവന്റെ കൽബ് എത്രത്തോളം നന്നാകുന്നു എന്നതിനനുസരിച്ചാണ്, അവന്റെ കൽബ് എത്രത്തോളം നന്നാകുന്നു എന്നതിനനുസരിച്ചിട്ടാണ്. ഇനി സഹോദരങ്ങളെ, ഉലമാക്കൾ കൽബിനെ 3ആയി വേർതിരിച്ചിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ 4ആയിട്ടും വേർതിരിച്ചത് കാണാം. 3ആയിട്ട് പ്രധാനമായി. ഒന്ന് ഖൽബുൽ ഹൈ, ഹൈ ജീവനുള്ള കൽബ്, ജീവസുറ്റ ജീവനുള്ള കൽബ്. 2 മരീവായിട്ടുള്ള രോഗം ബാധിച്ചിട്ടുള്ള കൽബ്. 3 മയ്യിത്തായിട്ടുള്ള കൽബ്, ചത്തുപോയിട്ടുള്ള ജീവനില്ലാത്ത കൽബ്. ചില പണ്ഡിതന്മാർ 4ാമത്തെ ഒരു ഇനം പറഞ്ഞു അൽ ഖൽബുൽ മൻകൂസ്, തലതിരിഞ്ഞിട്ടുള്ള കൽബ്, അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നിന്ന് തിരിഞ്ഞു പോയിട്ടുള്ളത്. ഖൽബുൽ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലീമായ കൽബാണ്. ശുബ്ഹത്തുകളിൽ നിന്നും ഷഹ്വത്തുകളിൽ നിന്നും ഒഴിവായി അള്ളാഹു തൃപ്തിപ്പെടുന്ന അവസ്ഥയിൽ മാറിയിട്ടുള്ള ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഈമാനിന്റെ പ്രകാശം നിറഞ്ഞിട്ടുള്ള കൽബിലാണ് ജീവനുള്ള കൽബ് എന്ന് പറയുന്നത്. 2ാമത്തേത് രോഗം ബാധിച്ച കൽബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുണ്ടാകും, പക്ഷേ ചിലപ്പോഴെല്ലാം ശുബ്ഹത്തുകളിലും ഷഹ്വത്തുകളിലും അകപ്പെടുന്ന അവസ്ഥ. ആ രോഗം തീവ്രമായാൽ അത് മുനാഫിഖീങ്ങളുടെ നമ്മൾ പറഞ്ഞ ഖൽബുൽ മൻകൂസ് പോലെ തലതിരിഞ്ഞു പോകും. 3ാമത്തേത് മയ്യിത്തായ കൽബ്, അത് കുഫാറുകളുടെയാണ്, ഈമാനിന്റെ പ്രകാശമില്ലാത്ത ഷിർക്കും കുഫറും നിറഞ്ഞിട്ടുള്ള കൽബ്. ഖൽബുൽ മൻകൂസ് എന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞത് മുനാഫിഖീങ്ങളുടെ, പുറത്തൊന്ന് കാണിച്ച് അകത്ത് വേറെ വെക്കുന്നത്. ഈ 4 രീതിയിൽ വേർതിരിച്ച് കാണാം. ഇനി സഹോദരങ്ങളെ, എന്താണ് സലീമായ ഒരു ഖൽബ് നമുക്കുണ്ട് എന്നതിന്റെ അടയാളങ്ങൾ എന്താണ്? എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നമ്മുടെ ഖൽബ് സലീമാണ്, സഹീഹാണ്, ഹയ്യാണ്, ജീവനുള്ള ഒരു ഖൽബാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തന്നെ അദ്ദേഹത്തിന്റെ ഇഗാസത്തുൽ ലഹ്ഫാൻ എന്ന വളരെ മഹത്തായിട്ടുള്ള കിതാബിൽ സഹീഹായ ഖൽബുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ സഹീഹായ ഖൽബിന്റെ 6 അലാമത്തുകൾ പഠിപ്പിക്കുന്നുണ്ട്. 6 അടയാളങ്ങൾ, 6 ലക്ഷണങ്ങൾ. ഈ 6 ലക്ഷണങ്ങൾ നമ്മുടെ ഖൽബിനുണ്ടോ, അൽഹംദുലില്ലാഹ് നമ്മുടെ ഖൽബ് സലീമായ ഖൽബാണ്. അതല്ല എങ്കിൽ നമ്മൾ നമ്മുടെ ഖൽബിനെ ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നാം മുഴുകേണ്ടതുണ്ട്. 1ാമത്തെ അടയാളമായിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വമിൻ അലാമാതി സിഹ്ഹത്തിൽ ഖൽബ് അല്ലാ യഫ്തിറ അൻ ദിക്രി റബ്ബിഹി വലാ യസ്അമ മിൻ ഖിദ്മതിഹി വലാ യഅനസ ബിഗൈരിഹി ഇല്ലാ ബിമൻ യദുല്ലുഹു അലൈഹി വയുദാക്കിറുഹു ബിഹാദൽ അംർ. അദ്ദേഹം പറയാണ്, സഹീഹായ ഖൽബിന്റെ അടയാളത്തിൽപ്പെട്ടത് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് അത് വിട്ടൊഴിയില്ല. അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്, അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് അത് വിട്ടൊഴിയില്ല. ആ സ്മരിക്കുന്നതിൽ അതിനൊരു മടുപ്പ് തോന്നില്ല.
അള്ളാഹുവിനോടല്ലാതെ ആ കൽബിൽ അടുത്തൊരു ബന്ധം ഉണ്ടാവില്ല. ഇനി ആരോടെങ്കിലും ഒരു അടുപ്പമുണ്ടെങ്കിൽ തന്നെ അത് എന്തിന്റെ പേരിലായിരിക്കും? അവൻ അള്ളാഹുവിനെ അറിയിക്കുന്നത് കൊണ്ടും അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്നത് കൊണ്ടും മാത്രമായിരിക്കും. ഇതാണ് ഒന്നാമത്തെ ലക്ഷണമായിട്ട് അദ്ദേഹം പറയുന്നത്. അഥവാ അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഖൽബ് സഹീഹാണ് എന്നതിന്റെ അടയാളമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ധാരാളം ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിനെ സ്മരിക്കുക എന്നത്. യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറ, മുഅ്മിനീങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം. അതുപോലെ തന്നെ സൂറത്തുൽ അഹ്സാബിൽ വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാതി അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് അള്ളാഹു മഹത്തായ പ്രതിഫലം ഒരുക്കിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ മഗ്ഫിറത്തുണ്ട്. നമ്മുടെ സഹോദരങ്ങളെ, നാം സ്വന്തത്തിനോട് ചോദിക്കുക, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ എത്രത്തോളമാണ് നമ്മുടെ ഖൽബിൽ നിറയാറുള്ളത്? ഒരു ദിവസത്തിൽ എത്രത്തോളം അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഖൽബിൽ ഉണ്ടാവാറുണ്ട്? ആ ദിക്ർ നമ്മൾ നാവുകൊണ്ട് പറയുന്ന ദിക്റുകളാകാം, അതുപോലെ തന്നെ നമ്മുടെ ഇബാദത്തുകളാകാം, ഖുർആൻ പാരായണമാകാം. പക്ഷേ ഖൽബിൽ ആ ഒരു ഓർമ്മ നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നുണ്ട്, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ അവിടുത്തെ എല്ലാ നിമിഷത്തിലും എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർക്കാറുണ്ടായിരുന്നു. അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടാവാറില്ല. അത്രത്തോളം ഓർത്തിരുന്നു എന്നാണ്. അപ്പൊ നമ്മൾ ആലോചിക്കണം, നമ്മളെ സൃഷ്ടിച്ച, നമ്മുടെ ഖൽബിനെ സൃഷ്ടിച്ച, നമുക്ക് ഉപജീവനം നൽകുന്ന, നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന നമ്മുടെ റബ്ബിനെ എത്രത്തോളമാണ് നമുക്ക് ഓർക്കാൻ സാധിക്കുന്നത്? അത് നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നോക്കണം. അത് ഒന്നാമത്തെ അടയാളമാണ്. രണ്ടാമത്തെ അടയാളം പറയുന്നു, വമിൻ അലാമാതി സിഹ്ഹതിഹി അന്നഹു ഇദാ ഫാതഹു വിർദഹു വജദ ലിഫവാതിഹി അലമൻ അഅ്ളമു മിൻ തഅല്ലുമിൽ ഹരീസി ബിഫവാതി മാലിഹി വഫഖദിഹി. രണ്ടാമത്തെ അടയാളം പറയുന്നത്, സഹീഹായ ഖൽബുള്ള ഒരു വ്യക്തി, അവന്റെ സ്ഥിരം അവൻ നിർവഹിക്കുന്ന ദിക്റുകളിൽ, അവന്റെ വിർദുകളിൽ ഏതെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വെറുതെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവനുണ്ടാകുന്ന വേദന എത്രത്തോളമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമ്പത്തിനോട് അതിയായ ആഗ്രഹമുള്ള ഒരാൾ, സമ്പത്തിനോട് അതിയായ താല്പര്യമുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്ക് സമ്പത്ത് നഷ്ടപ്പെട്ടാൽ, ഒരു ലാഭം നഷ്ടപ്പെട്ടാൽ, ഒരു പണം നഷ്ടപ്പെട്ടാൽ എത്ര വേദനിക്കുമോ അതിനേക്കാൾ വലിയ വേദനയായിരിക്കും അവന് ഒരു വിർദ് നഷ്ടപ്പെട്ടാൽ. അവൻ സ്ഥിരം ചെയ്തു വരുന്ന ദിക്റോ നിസ്കാരമോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യം അവന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു സമ്പത്തിനോട് താല്പര്യമുള്ള ഒരാളോ, അങ്ങേയറ്റം സമ്പത്തിനോട് താല്പര്യമുള്ള ആരുടെ സമ്പത്ത് കുറച്ച് പെട്ടെന്ന് നഷ്ടപ്പെട്ട എത്ര വേദന ഉണ്ടാവും? നമ്മൾ തന്നെ നോക്കുക. നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് പണമുണ്ട്, ആ പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര വിഷമ വേദന ഉണ്ടാവും? അതിനേക്കാൾ വേദനയുണ്ടാകും അവനൊരു ദിവസത്തെ അധികാരം നഷ്ടപ്പെട്ടാൽ. രാവിലെയും വൈകുന്നേരം സ്ഥിര അധികാരം ചെല്ലുന്നവനാണ്, അവനൊരു ദിവസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദിവസവും ഖുർആൻ ഇത്ര ഹിസ്ബ് പാരായണം ചെയ്യുന്നവനാണ്, അത് നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരു നിസ്കാരം ജമാഅത്തായിട്ട് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ സുന്നത്തായി ചെയ്യുന്ന നിസ്കാരങ്ങൾ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അവന്റെ രാത്രി നിസ്കാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അള്ളാഹുമായി ബന്ധപ്പെട്ട അവന്റെ വിരുദുകളിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ, അവന് സമ്പത്തിനോട് താല്പര്യമുള്ള ഒരാൾക്ക് സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയേക്കാൾ വലിയ വേദനയായിരിക്കും. ഇതാണ് രണ്ടാമത്തെ അടയാളം. നമ്മൾ ആലോചിക്കുക, നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ അതുപോലെ ദുഃഖവും വേദനയും അനുഭവിക്കുന്നുണ്ടോ? മൂന്നാമത്തെ അടയാളം സ്വഹീഹായ ഖൽബിന്റെ, വമിൻ അലാമാതി സിഹ്ഹതിഹി അൽ ഖൽബ് അയ്യകൂന അശഹ ബിവഖ്തിഹി അൻ യദ്ഹബ ളാഇഅൻ മിൻ അശദ്ദിൻ നാസി ശുഹ്ഹൻ ബിമാലിഹി. മൂന്നാമത്തെ അടയാളം പറയുന്നത്, സ്വഹീഹായ ഖൽബുള്ള ഒരുവൻ അവന്റെ സമയത്തിന്റെ വിഷയത്തിൽ പിശുക്കനായിരിക്കും. അവന്റെ സമയത്തിന്റെ കാര്യത്തിൽ പിശുക്കനായിരിക്കും. ആ സമയമെങ്ങാനും പാഴായി പോകുന്നുണ്ട് എങ്കിൽ, ഒരു ആവശ്യവുമില്ലാതെ പാഴായി പോകുന്നുണ്ടെങ്കിൽ, സമ്പത്തിനോട് എത്ര പിശുക്കുള്ള ഒരുവൻ എങ്ങനെയാണോ അതിനേക്കാൾ പിശുക്കുള്ള അവസ്ഥയിലായിരിക്കും. അതായത് ചില ആളുകളെ കാണാം, അങ്ങേയറ്റത്തെ പിശുക്കായിരിക്കും. പണം എടുത്തു വെച്ചുകൊണ്ട് അവന്റെ ആവശ്യത്തിന് പോലും ചെലവഴിക്കില്ല. അവനൊരു വസ്ത്രം വാങ്ങാനോ അവനൊരു ഭക്ഷണം കഴിക്കാനോ അവന്റെ കുടുംബത്തിന്റെ മേലെ ഒന്നും ചെലവഴിക്കാതെ പിശുക്കി വെക്കും. അതുപോലെ ആയിരിക്കും സഹീഹായ ഖൽബുള്ള ഒരുത്തന് സമയത്തിന്റെ മേലെ.
ആ സമയം എന്തിനാണ്? അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിനുള്ള ഇബാദത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി അവനതിനെ ചെലവഴിക്കും. വെറുതെ കളയുന്നതല്ല, അത് എന്തെങ്കിലും പരലോകത്തേക്ക് ഉപകാരമുള്ള രീതിയിൽ ഉപയോഗിക്കും. കാരണം നമുക്ക് ഏറ്റവും വിലപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ സമയമാണ്. ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടൂല. നാളെ പരലോകത്ത് നരകാവകാശികളും സ്വർഗാവകാശികളും ആഗ്രഹിക്കുന്ന കാര്യം സമയമായിരിക്കും, ദുനിയാവിലെ സമയമായിരിക്കും. നരകത്തിൽ കിടക്കുന്ന ആളുകൾ അവരവിടെ കിടന്ന് മുറവിളി കൂട്ടും, ഒന്ന് ഞങ്ങളെ തിരിച്ച് അയക്കണം ദുനിയാവിലേക്ക്, കുറച്ച് സമയം കൂടി തരണം, കുറച്ചുകൂടി ആയുസ് ഞങ്ങൾക്ക് തരണം, ഞങ്ങൾ നന്നായി വന്നോളാം. സ്വർഗാവകാശികളെ പറ്റി പറയുന്നത് കാണാം. ഷഹീദായി മരിക്കുന്ന ആളുകൾ, അവരുടെ റൂഹുകൾ പക്ഷിയുടെ ഉള്ളിലായിട്ട് അർശിനു ചുറ്റും പാറിക്കളിക്കുകയായിരിക്കും. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത്? ശ്രോതാക്കൾക്ക് വളരെ വലിയ പ്രതിഫലമുള്ളത്. ഇനി എന്താ വേണ്ടത്? അവർ പറയും, ഇനി എന്ത് ചോദിക്കാനാ, ഞങ്ങൾക്ക് ഇനി ഒന്നും വേണ്ട. വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും, എന്തെങ്കിലും ഒന്ന് പറയാതെ അള്ളാഹു എന്ത് ചെയ്യില്ല, വെറുതെ വിടില്ല, ഒഴിവാക്കില്ല എന്നവർക്ക് മനസ്സിലാകും. അപ്പൊ അവരെന്ത് ചെയ്യും? അള്ളാഹുവിനോട് പറയും, ഞങ്ങളെ ഒന്നുകൂടി ദുനിയാവിലേക്ക് പറഞ്ഞയക്കണം, എന്നിട്ട് ഞങ്ങൾ ഷഹീദായിട്ട് ഒന്നുകൂടി മരണപ്പെട്ട് വരണമെന്ന് പറയും. അപ്പൊ നന്മ ചെയ്ത സ്വർഗാവകാശികളും ഒന്നുകൂടി ദുനിയാവിലേക്ക് പോയി സൽക്കർമ്മങ്ങൾ ചെയ്ത് തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുക. നരകാവകാശികളും അതിനാണ് ആഗ്രഹിക്കുക. നമ്മളിപ്പോൾ ആ സമയത്താണുള്ളത്. അപ്പൊ സമയത്തിനു മേലെ അങ്ങേയറ്റം പിശുക്ക് കാണിക്കുക എന്നത്, അത് അനാവശ്യമായി പാഴാക്കി കളയാതിരിക്കുക എന്നത് സഹീഹായ ഖൽബുള്ള ഒരാളുടെ അടയാളമാണ്. കാരണം ഏത് സമയവും നമുക്ക് മരണം വന്നെത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞതുപോലെ, കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബ്, നീ ഒരു അപരിചിതനെ പോലെ ആയിരിക്കണം ദുനിയാവിൽ. ഔ ആബിറു സബീലിൻ, അല്ലെങ്കിൽ വഴിയാത്രക്കാരനെ പോലെ. നിന്റെ ഖൽബ് ദുനിയാവിൽ ഒന്നിനോടും തഅല്ലുഖാകാൻ പാടില്ല. ഈ ഹദീസ് കേട്ടതിന് ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഇദാ അംസൈത ഫലാ തൻതദിർ അസ്സബാഹ്, വൈകുന്നേരമായി കഴിഞ്ഞാൽ നീ രാവിലെ പ്രതീക്ഷിക്കരുത്. വഇദാ അസ്ബഹ്ത ഫലാ തൻതദിർ മസാ, രാവിലെ ആയി കഴിഞ്ഞാൽ വൈകുന്നേരവും പ്രതീക്ഷിക്കരുത്. വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക്, നിന്റെ ആരോഗ്യം നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് നീ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. വമിൻ ഹയാതിക ലിമൗതിക്, നിന്റെ മരണം വന്നെത്തുന്നതിന് മുമ്പ് നിന്റെ ജീവിതവും ഉപകാരപ്പെടുത്തിക്കൊള്ളുക. നാലാമത്തെ അടയാളം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ومن علامات صحته أي القلب أن يكون همه واحدا, അവന്റെ ചിന്ത, അവന്റെ ലക്ഷ്യം, അവന്റെ ഉദ്ദേശം അത് ഒരു കാര്യം മാത്രമായിരിക്കും. വഅൻ യകൂന ഫില്ലാഹ്, അല്ലാഹു എന്ന് മാത്രമായിരിക്കും. ഖൽബ് സിഹത്തുള്ള ഒരുത്തന് അവന്റെ ചിന്തയും അവന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും അവന്റെ എല്ലാവിധ രീതിയിലുള്ള അവന്റെ ഉദ്ദേശവും അല്ലാഹ് മാത്രമായിരിക്കും. അവന്റെ ബാക്കി എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കും. അവൻ ആരെയെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കും. അവൻ ആരെയെങ്കിലും വെറുക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കും. അവൻ നൽകുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയായിരിക്കും. തടയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയായിരിക്കും. സംസാരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയായിരിക്കും. നിശബ്ദതയിലാണെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയായിരിക്കും. അവൻ ചലിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയായിരിക്കും. അവൻ ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ അതും അള്ളാഹുവിന് വേണ്ടിയായിരിക്കും. അവന്റെ ചിന്തയും ലക്ഷ്യവും അള്ളാഹ് എന്നുള്ളത് മാത്രമായിരിക്കും. ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ഹമ്മുഹു അൽ ആഖിറത ജമഅ അല്ലാഹു ശംലഹു വജഅല ഗിനാഹു ഫീ ഖൽബിഹി, ഒരാളുടെ ലക്ഷ്യവും ചിന്തയും പരലോകമാണ്, പരലോകത്തെ അല്ലാഹുവിന്റെ തൃപ്തിയാണ്. അങ്ങനെയാണെങ്കിൽ ജമഅ അല്ലാഹു ശംലഹു വജഅല ഗിനാഹു ഫീ ഖൽബിഹി, അവന്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു ഒരുക്കി കൊടുക്കും. അവന്റെ ഖൽബിൽ അല്ലാഹു ഐശ്വര്യം നിറക്കും. അവന്റെ പിന്നാലെ ദുനിയാവ് ഒരു പണിയും എടുക്കാതെ പിന്നാലെ അവന്റെ ദുനിയാവ് വന്നുകൊണ്ടേയിരിക്കും. വമൻ കാനത് നിയ്യതുഹു അദ്ദുനിയ, നീ ആരെങ്കിലും നിയ്യത്ത് ദുനിയാവാണെങ്കിൽ, ദുനിയാവിലെ എന്തെങ്കിലും ലക്ഷ്യങ്ങളാണെങ്കിൽ, ഫറഖല്ലാഹു അലൈഹി ളൈഅതഹു വജഅല ഫഖറഹു ബൈന ഐനൈഹി, അവന്റെ കാര്യങ്ങളൊക്കെ അല്ലാഹു ചിന്ന ഭിന്നമാക്കും. ഒന്ന് കഴിഞ്ഞാൽ ഒന്നായി അവന് പ്രശ്നങ്ങളും ചിന്തകളും ബുദ്ധിമുട്ടുകളുമായിട്ട് അതിന്റെ പിന്നാലെ പോയിക്കൊണ്ടേയിരിക്കും. വലം യഅതിഹി മിനദ് ദുനിയ ഇല്ലാ മാ കുതിബ ലഹു, അവന് രേഖപ്പെടുത്തി വെച്ചതല്ലാതെ ദുനിയാവിൽ നിന്ന് അവനൊന്നും ലഭിക്കാനും പോകുന്നില്ല, അവനൊന്നും കൂടുതലായി ലഭിക്കാനും പോകുന്നില്ല. ഇനി അഞ്ചാമത്തെ അലാമത്ത്, സിഹത്തുൽ ഖൽബിന്റെ അഞ്ചാമത്തെ അലാമത്ത് എന്ന് പറഞ്ഞാൽ, വഹിയ അലാമത്തുൻ തുദ്ഹറു ഇൻദ ഹുദൂരിസ് സലാത്തി വമജീഇ വഖ്തിഹാ, നിസ്കാരത്തിന്റെ സമയത്തുണ്ടാകുന്നതാണ്. നിസ്കാര സമയം നിസ്കരിക്കുമ്പോൾ അവൻ എത്രത്തോളം അതിൽ ശ്രദ്ധ കിട്ടുന്നുണ്ട്,
അതിലെത്രത്തോളം അവന് റാഹത്ത് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്, അവൻ എത്രത്തോളം അവൻ അള്ളാഹുവിന് മുമ്പിൽ നിൽക്കുന്നവനാണ് എന്ന ബോധ്യം അവന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വമിൻ അലാമാതി സിഹതിഹി അന്നഹു ഇദാ ദഖല ഫിസ്സലാ, അവൻ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ദഹബ അൻഹു ഹമ്മുഹു വഗമ്മുഹു ബിദ്ദുനിയ, അവന്റെ ദുനിയാവിലുള്ള ഭയവും ബേജാറും ചിന്തയുമെല്ലാം പോയി കിട്ടും. വഷ്തദ്ദ അലൈഹി ഖുറൂജുഹു മിൻഹാ, നിസ്കാരം അവസാനിപ്പിക്കുക എന്നുള്ളത് അവന് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. നിസ്കാരത്തിൽ നിന്ന് പുറത്തു പോകുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. വവജദ ഫീഹാ റാഹതഹു, അവന്റെ റാഹത്ത് നിസ്കാരത്തിലാണ് അവൻ കണ്ടെത്തുക. വനഈമഹു, അവന്റെ അനുഗ്രഹം. വഖുറത ഐനിഹി, അവന്റെ കൺകുളിർമ. വസുറൂറ ഖൽബിഹി, അവന്റെ ഖൽബിന്റെ സന്തോഷം. ഇതവൻ കണ്ടെത്തുക നിസ്കാരത്തിലായിരിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോ ഖൽബ് സിഹത്തുണ്ടെങ്കിൽ, ഖൽബിന് ആരോഗ്യമുണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരമായിരിക്കും നമുക്ക് ഏറ്റവും കൺകുളിർമ നൽകുന്ന, ഏറ്റവും ആസ്വാദനം നൽകുന്ന, ഏറ്റവും സമാധാനം നൽകുന്ന ഒരു കാര്യം. അത് നമ്മൾ വർദ്ധിക്കും, നമ്മുടെ ശ്രദ്ധ വർദ്ധിക്കും. നിസ്കാരത്തിന്റെ മഹത്വം നമുക്കറിയാം. നാം നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മുൻപിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധത്തിൽ, ഈ ചിന്തയിൽ നമുക്ക് നിസ്കരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, നിസ്കാരത്തെ പറ്റി പരാമർശിക്കപ്പെട്ടപ്പോൾ, മൻ ഹാഫള അലൈഹാ കാനത് ലഹു നൂറൻ വബുർഹാനൻ വനജാതൻ യൗമൽ ഖിയാമ. നിസ്കാരം ആരാണോ കാത്തു സൂക്ഷിക്കുന്നത്, അഥവാ അതിന്റെ റുക്കുനും അതിന്റെ ഷർത്തും അതുപോലെ എല്ലാ കാര്യങ്ങളും കൊണ്ട് കാത്തു സൂക്ഷിക്കുന്നത്, അത് അവന് നാളെ പരലോകത്തൊരു പ്രകാശമായിരിക്കും, ഒരു തെളിവായിരിക്കും, ഒരു രക്ഷയായിരിക്കും. വമൻ ലം യുഹാഫിദ് അലൈഹ, ആരാണോ അത് കാത്തു സൂക്ഷിക്കാത്തത്, ലം യകുൻ ലഹു നൂറുൻ വലാ ബുർഹാനുൻ വലാ നജാതുൻ, അവന് ഈ പ്രകാശമോ വ്യക്തമായ ഒരു പ്രമാണമോ വിജയമോ ഉണ്ടാവില്ല. വകാന യൗമൽ ഖിയാമ, അന്ത്യനാളിൽ മഅ ഖാറൂന വഫിർഔന വഹാമാന വഉബയ്യ് ഇബ്നു ഖലഫ്, അവനുണ്ടാവുക ഖാറൂനിനോടൊപ്പമായിരിക്കും, ഫിർഔനിനോടൊപ്പമായിരിക്കും, ഹാമാനിനോടൊപ്പമായിരിക്കും, ഉബയ്യ് ഇബ്നു ഖലഫ് ആയിരിക്കും. ഇവരെല്ലാം അധികാരം കൊണ്ടും സ്ഥാനം കൊണ്ടും സമ്പത്ത് കൊണ്ടും കച്ചവടം കൊണ്ടും മുഴുകിയ ആളുകളായിരുന്നു. ഖാറൂൻ സമ്പന്നനാ, ഫിർഔൻ അധികാരിയാണ്, ഹാമാൻ സ്ഥാനത്തുള്ളവനാണ്, ഉബയ്യ് ഇബ്നു ഖലഫ് കച്ചവടക്കാരനാണ്. ഈ 4 കാര്യങ്ങൾ ഇതുകൊണ്ടൊരുത്തന്റെ നിസ്കാരം അശ്രദ്ധമായി പോകുന്നുണ്ടെങ്കിൽ അഇമ്മത്തുൽ കുഫർ എന്നാണ് ഇവരെ പറയാറുള്ളത്. കുഫറിന്റെ നേതാക്കന്മാരാണ് ഇവർ. ഇവരോടൊപ്പമായിരിക്കും നാളെ പരലോകത്തുണ്ടാവുക, അഥവാ നരകത്തിലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിസ്കാരം എന്ന് പറഞ്ഞാൽ കേവലം ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളല്ല, അത് ആവശ്യമാണ്, സുന്നത്തനുസരിച്ച് കൃത്യമായി നമ്മൾ നിർവഹിക്കണം. പക്ഷെ നിസ്കാരത്തിന് റൂഹുണ്ട്, അത് ഖൽബുമായി ബന്ധപ്പെട്ടതാണ്. എത്രത്തോളം അവന്റെ ഖൽബിന്റെ ഹുദൂർ, ശ്രദ്ധയുണ്ട് എന്നുള്ളത്. ഒരു ഹദീസ് നോക്കൂ, നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നർ റജുല ലയൻസരിഫു വമാ കുതിബ ലഹു ഇല്ലാ ഉസ്റു സലാത്തി തുസ്ഉഹാ തുമുനുഹാ സുബ്ഉഹാ സുദുസുഹാ ഖുംസുഹാ റുബ്ഉഹാ സുലുസുഹാ നിസ്ഫുഹാ. ഒരാൾ നിസ്കരിക്കും, നിസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ 10-1 അവന് കിട്ടിയിട്ടുണ്ടാവുള്ളൂ, 9-1, 8-1, 7-1, 6-1, 5-1, 4-1, 3-1 അല്ലെങ്കിൽ പകുതി. അങ്ങനെയാണ് നിസ്കാരത്തിൽ കിട്ടിയിട്ടുണ്ടാവുക. അവന്റെ ശ്രദ്ധ അനുസരിച്ചിട്ടാണ് ആ നിസ്കാരത്തിൽ എത്രത്തോളമാണ് അവന് ലഭിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വജുഇലത് ഖുർറതു ഐനി ഫിസ്സലാ, എന്റെ കൺകുളിർമ ആക്കിയിട്ടുള്ളത് അത് നിസ്കാരത്തിലാണ്, നിസ്കാരത്തിലാണ് എന്റെ കൺകുളിർമയുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 5ാമത്തെ അലാമത്ത് നിസ്കാരത്തിലുള്ള അടിമയുടെ അവസ്ഥയാണ്. 6ാമത്തെ അലാമത്ത് നമ്മുടെ ഖൽബ് സലീമാണ്, സഹീഹാണ് എന്ന് സ്വയം അറിയാനുള്ള 6ാമത്തെ അടയാളം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, അയ്യകൂന ഇഹ്തിമാമുഹു ബിതസ്ഹീഹിൽ അമലി അഅ്ദമ മിൻഹു ബിൽ അമൽ. അവന്റെ ചിന്ത കർമ്മങ്ങൾ ചെയ്യുക എന്നതിനേക്കാൾ ആ കർമ്മം ശരിയായി ചെയ്യുക എന്നതായിരിക്കും. കർമ്മങ്ങളുടെ ആധിക്യത്തിനേക്കാൾ ചെയ്യുന്ന കർമ്മം ശരിയായി ചെയ്യുക എന്നതായിരിക്കും. ഫയഹരിസു അലൽ ഇഖ്ലാസു ഫീഹാ, അത് ഇഖ്ലാസോട് കൂടിയാകാൻ, ഉജുബോ റിയാഓ സുംഅത്തോ ഒന്നുമില്ലാതെ ഇഖ്ലാസോട് കൂടിയാവാൻ. വന്നസീഹ, അതിനോട് കൂറു പുലർത്തിക്കൊണ്ട്. വൽ മുതാബഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട്. വൽ ഇഹ്സാൻ, ഇഹ്സാനോട് കൂടി അല്ലാഹുവിനെ കാണുന്നത് പോലെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനായിരിക്കും. വയശ്ഹദു മഅ ദാലിക മിന്നത്തല്ലാഹി അലൈഹി ഫീഹി, അവൻ അതിൽ അവൻ സാക്ഷ്യം വഹിക്കും അല്ലാഹു അവന് നൽകിയിട്ടുള്ള അനുഗ്രഹം. വതഖ്സീറഹു ഫീ ഹഖില്ലാഹ്,
അവനൊരു അമല് ചെയ്യുമ്പോൾ അള്ളാഹുവിനോടുള്ള ബാധ്യതയിൽ അവന് സംഭവിച്ചിട്ടുള്ള കുറവുകൾ അവന്റെ ചിന്തയിലുണ്ടാകും. فهذه ستة مشاهد لا يشهدها إلا القلب الحي السليم. ഈ പറഞ്ഞ 6 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇഖ്ലാസ്, നസീഹത്ത്, മുതാബഅത്ത്, ഇഹ്സാന്, അതുപോലെ അതിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം മനസ്സിലാക്കൽ, അള്ളാഹുവിനോട് ചെയ്യുന്ന ബാധ്യതയിലെ കുറവ് മനസ്സിലാക്കൽ. ഈ 6 കാര്യങ്ങൾ ഹയ്യും സലീമുമായിട്ടുള്ള ഒരു ഖൽബിനല്ലാതെ ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല. അതായത് നമ്മളൊരു കർമ്മം ചെയ്യാണ്, എന്ത് കർമ്മം ആയിക്കോട്ടെ, നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, സക്കാത്താവട്ടെ, സദഖ ആവട്ടെ, എന്ത് കർമ്മവുമാവട്ടെ, ഈ 6 കാര്യങ്ങൾ അതിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അഥവാ ഖൽബ് സലീമായിട്ടുള്ള ഹയ്യായിട്ടുള്ള ഒരാൾ മാത്രമാണ് അശ്രദ്ധമായി കർമ്മം ചെയ്യാതെ ഈ കാര്യങ്ങളോട് കൂടിയാണോ ഞാൻ കർമ്മം ചെയ്യുന്നത് എന്ന് ആലോചിക്കുക. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു ഇഖ്ലാസാണ്. അള്ളാഹുവിന് വേണ്ടി മാത്രമാണോ ഞാനിത് ചെയ്യുന്നത്? ദിയാ ഇല്ലാതെ, ആളുകൾ കാണണമെന്നില്ലാതെ, ആളുകൾ കേൾക്കണമെന്നില്ലാതെയാണോ ചെയ്യുന്നത്? രണ്ടാമത്തേത് തസ്രീഹുൻ നസീഹ, കൂറോട് കൂടിയിട്ടാണോ ചെയ്യുന്നത്? അഥവാ ഇതെന്റെ റബ്ബിനോടുള്ള ബാധ്യതയാണ് എന്നുള്ള കൂറ് പുലർത്തിക്കൊണ്ടാണോ ചെയ്യുന്നത്? മൂന്നാമത്തേത് ഇത്തിബാഇൻ നസ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതുപോലെ തന്നെയാണോ ഞാൻ ചെയ്യുന്നത്? കുറെ ചെയ്തു എന്നുള്ളതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെയാണോ ഞാൻ ചെയ്യുന്നത്? നാലാമത്തേത് അൽ ഇഹ്സാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുന്നത് പോലെ അത്രത്തോളം ഉത്തമമായ രീതിയിലാണോ ചെയ്യുന്നത്? അഞ്ചാമത്തേത് ഷുഹൂദുൽ മിന്ന, അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹം അത് മനസ്സിലാക്കി ആ അനുഗ്രഹത്തെ ഉൾക്കൊണ്ട് ഇതിന് സാധിച്ചു എന്നുള്ളത്. ആറാമത്തേത് ഷുഹൂദ് തഖ്സീർ, ഞാൻ എത്രയെല്ലാം കർമ്മങ്ങൾ ചെയ്താലും അതിൽ കുറവുകൾ സംഭവിക്കുന്നുണ്ട്, അള്ളാഹുവിനോടുള്ള ബാധ്യത എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന തന്റെ ന്യൂനതയെക്കുറിച്ചും കുറവിനെക്കുറിച്ചുമുള്ള ബോധത്തിലാണോ അവൻ ചെയ്യുന്നത്? ഈ 6 അടയാളങ്ങൾ സഹോദരങ്ങളെ സലീമായ ഖൽബിന്റെ അടയാളങ്ങളാണ്. നമ്മുടെ ഖൽബ് സലീമാണോ അഥവാ സുരക്ഷിതമായ അവസ്ഥയിലാണോ, ജീവനുള്ള അവസ്ഥയിലാണോ എന്നറിയാനുള്ള അടയാളങ്ങളാണ്. നമ്മൾ ചിന്തിക്കണം. നമ്മൾ നമ്മുടെ സ്വന്തത്തിൽ നമ്മൾ ആലോചിച്ചു നോക്കണം, എത്രത്തോളമാണ് നമ്മൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നത്? എത്രത്തോളമാണ് നമ്മുടെ ഏതെങ്കിലും ഒരു ദിക്ർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കുള്ള വിഷമം? എത്രത്തോളമാണ് നമ്മുടെ സമയത്തെ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുന്നത്, അതിനെ മുറുകെ പിടിക്കുന്നത്? അതുപോലെ തന്നെ നമ്മുടെ നിസ്കാരം, അതുപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കാനുള്ള പരിശ്രമം, അതുപോലെ ഓരോ കാര്യങ്ങളും നാം അതിനെക്കുറിച്ച് ആലോചിക്കണം. ഇനി സഹോദരങ്ങൾ, ഇതിന്റെ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻഗാമികൾ അഥവാ അഹ്ലുൽ കിതാബിൽ കെട്ട ജൂത നസാറാക്കൾ അവർ നശിക്കാനുള്ള കാരണം കാലദൈർഘ്യം, കാലം കൂടുന്തോറും അവരുടെ ഖൽബിന് ബാധിച്ച ഖസ്വത്താണ്. ചിലപ്പോൾ നമ്മൾ തുടക്കത്തിൽ അപ്പോൾ ഒരു ജഹാലത്തിന്റെ കാലത്ത് നിന്ന് മാറി തിന്മകളെല്ലാം ഒഴിവാക്കി തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുന്ന ഒരു കാലം നമുക്കുണ്ടാവും. പക്ഷെ പിന്നീട് വർഷങ്ങൾ കഴിയും തോറും നമ്മളിൽ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഖൽബിനെ കുറിച്ച് അശ്രദ്ധമാണെങ്കിൽ നമ്മിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം ഖൽബിന്റെ ഖസ്വത്താണ്. അത് നമ്മെ ദീനിൽ നിന്ന് തെറ്റിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. അല്ലാഹു തആല പറഞ്ഞ ആയത്ത് നോക്കൂ. സഹാബികളെ ആയത്ത് കേൾക്കുമ്പോൾ കരയുമായിരുന്നു. സഹാബികളെ ആയത്ത് കേട്ട് കരയുമായിരുന്നു. സൂറത്തുൽ ഹദീദിൽ അല്ലാഹു പറയുകയാണ്, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. മുഅ്മിനീങ്ങൾക്ക് സമയമായിട്ടില്ലേ അവരുടെ ഖൽബ് കീഴൊതുങ്ങാൻ, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ കീഴൊതുങ്ങാൻ. വമാ നസല മിനൽ ഹഖ്, ഹക്കായിക്കൊണ്ട് അവർക്ക് ഇറങ്ങിയിട്ടുള്ള ആ കാര്യത്തിലും അള്ളാഹുവിന്റെ ദീനിലും കിതാബിലും കീഴൊതുങ്ങാൻ. വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ, ഇവർക്ക് മുമ്പ് കിതാബ് നൽകപ്പെട്ടവരെ പോലെ ആവാതിരിക്കാനും എന്താണ് അവർക്ക് പറ്റിയത്? ഫതാല അലൈഹിമുൽ അമദ്, അവരിൽ കാലം ദീർഘിച്ചു പോയി. ഒരുപാട് കാലം ഒരു ദീനിന്റെ ആളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ച് നടന്നപ്പോ ഫഖസത് ഖുലൂബുഹും, അവർക്ക് പല കാരണങ്ങളുണ്ടാകാം, ഖൽബിന് ബാധിക്കുന്ന പല രോഗങ്ങളുണ്ടാകാം, പലതുകൊണ്ടും അവരുടെ ഖൽബിന് ഖസ്വത്ത് ബാധിച്ചു. വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ ധാരാളം പേർ ഫാസിഖുകളായി മാറുകയും ചെയ്തു. അപ്പോ ഖൽബിന്റെ ജീവൻ നമ്മൾ എപ്പോഴും പരിശോധിക്കേണ്ട, അത് സലീമാണോ എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ കിതാബിൽ അദ്ദാഉ വദ്ദവാ, അതിനിപ്പോ മലയാളത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് രോഗവും ശമനവും എന്നോ രോഗവും മരുന്നും എന്നോ ആണ്. ഇതിൽ രോഗത്തെ പറ്റി പറയുന്നത് നാം ഈ പറഞ്ഞതുപോലെ ഖൽബിന് ബാധിക്കുന്ന രോഗത്തെ പറ്റിയാണ്. ഖൽബിന് ബാധിക്കുന്ന രോഗങ്ങളുണ്ട്. ശുബ്ഹത്തുകൾ ഉണ്ടാകാം, ഷഹ്വത്തുകൾ ഉണ്ടാകാം. ശുബ്ഹത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനിലുണ്ടാകുന്ന സംശയങ്ങൾ, ഷിർക്ക്,
ബിദ്അത്ത്, അതുപോലെ ഖുറൂജ്, ഭരണാധികാരിക്കെതിരെ ഇറങ്ങി പുറപ്പെടുന്നത്, അതുപോലെയുള്ള പിഴച്ച വിശ്വാസങ്ങൾ പലതും ഉണ്ടാകാം. ഷഹ്വത്തുകൾ ഉണ്ടാകാം. അത് ഇത് ഈ പറഞ്ഞതുപോലെ ഇഷ്കാവാം, വ്യഭിചാരത്തിനോടുള്ള ഇഷ്ടങ്ങളാകാം, അല്ലെങ്കിൽ ഹഖദ്, പക, അസൂയ, ഹസദ്, അതുപോലെയുള്ള കാര്യങ്ങളാകാം. എന്നിരുന്നാലും ഈ രോഗങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്, ഖൽബുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കുള്ള ശിഫ ആണ് ഈ കിതാബിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞതുപോലെ ഒരു പരീക്ഷണത്തിൽ അകപ്പെട്ട് അവന് ബോധ്യമുണ്ടായിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാതെ ഒരാൾ നിൽക്കുന്ന അവസ്ഥയിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം എന്ന് ഉലമാക്കളോടുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ളയുടെ ഈ കിതാബ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ ബാക്കി അടുത്ത ദിവസങ്ങളിൽ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കിതാബിനെ നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും ഉപകരിക്കുന്ന, ഏറ്റവും ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്ന, നമ്മൾ അകപ്പെട്ടു പോകുന്ന തിന്മയിൽ നിന്ന് രക്ഷയേകുന്ന ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു ദർസാക്കി നമുക്കിത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി നൽകട്ടെ. നമുക്കിത് പൂർത്തീകരിക്കാൻ റമളാനിൽ തന്നെ തൗഫീഖും നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.